സോസ് ഇതാണ് ചൈനീസ് സോസ് കേട്ടോ. അവരുടെ സ്പെഷ്യൽ ഒരു സോസാണ്. എല്ലാവരും ബ്ലൂ. ഓറഞ്ച് ചിക്കൻ ഷോർട്ടാക്കി പറയട്ടോ, വലുതായിട്ട് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ തെറ്റണു. അതിന് തെറ്റി ഞാൻ 10-20 ടേക്കായി എടുക്കണത് കേട്ടോ ഇൻട്രോയിൽ തന്നെ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചൈനീസ് ഐറ്റമാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഞാൻ ചൈനീസ് ഐറ്റത്തിലേക്ക് എത്തിയെന്ന് പറയാം. കാരണം എന്നെ പെട്ടെന്ന് തന്നെ ആകർഷിച്ചത് അതിൻ്റെ പേരായിരുന്നു, ഈ ഐറ്റത്തിൻ്റെ പേര് കേട്ടോ. എൻ്റെ പേരിങ്ങനെയാണ്, പാണ്ട എക്സ്പ്രസ് ഓറഞ്ച് ചിക്കൻ. നിങ്ങൾക്ക് കേട്ടപ്പോഴും ഒരു അസൈൻമെൻറ്റ് തോന്നിയില്ലേ? അത് തന്നെയാണ് എനിക്കും തോന്നിയത് കേട്ടോ. കാരണം നമുക്ക് ഷോർട്ടായിട്ട് ഇതിനെ ഓറഞ്ച് ചിക്കൻ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ചൈനക്കാർ നമ്മുടെ ഫുഡിങ് രീതി വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്കും ചെയ്യാൻ പറ്റും, നമുക്കും കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു കേട്ടോ. കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിന് വേണ്ടി വന്നു. ഞാൻ എന്നാലും സാധനമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. എന്നിട്ട് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചിക്കനാണ്, സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ടത് 4 ടേബിൾ സ്പൂൺ നമ്മുടെ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അതും എടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു 30 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. നമ്മളെടുത്തുള്ളത് 500 ഗ്രാം ചിക്കനാണ്. ആ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്. ഇതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് ഇത് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ട് ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ പുതിയൊരു ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന്. സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് 100 ഗ്രാം അരിപ്പൊടിയാണ്. ഇനി 50 ഗ്രാം മൈദ. ഇനി വേണ്ടത് 50 ഗ്രാം ചോളപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം, ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ, അടുത്ത ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡറാണ്, അത് ആഡ് ചെയ്യാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുകയാണ്. ഇനി ആഡ് ചെയ്യേണ്ടത് വിനെഗറാണ്, അതൊരു 8 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ വേണ്ടതാണ് ബ്രൗൺ ഷുഗറാണ്. നമ്മുടെ സാധാ പഞ്ചസാരയും എടുക്കാം, കുഴപ്പമില്ല. ഒരു 80 to 100 ഗ്രാം നമുക്ക് ഷുഗർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് 100 മില്ലി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടും കൂടി മിക്സ് ചെയ്യുക. ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മളിതിൽ തയ്യാറാക്കേണ്ടതുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോളപ്പൊടി, 4 ടേബിൾ സ്പൂൺ വാട്ടർ കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുക്കണ പരിപാടിക്ക് പോകാൻ വേണ്ടി പോവാണ്. സെറ്റ്. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ 2-3 ട്രിപ്പായിട്ട് വറുത്തെടുക്കേണ്ടി വരും കേട്ടോ. കുറച്ചായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ കളർ വരുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഒരു ഫ്രൈ മാത്രം ചെയ്യുക. രണ്ടാമത്തെ തവണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു മീഡിയം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നമ്മൾ ബാലൻസ് ഉള്ളതും കൂടി എണ്ണയിലേക്ക് ഇടുകയാണ്. ഇത് ഒരു മീഡിയം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റിയിടാം. ഇനി ബാലൻസ് കൂടി ചിക്കൻ ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്രാവശ്യം ഇട്ട ചിക്കനും ഒരു മീഡിയം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റിയിടാം. ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കന് 5 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം നമുക്ക് വീണ്ടും 2ാം പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ 2ാമത്തെ തവണയും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഒരു 5 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇടാം കേട്ടോ. ക്രിസ്പി ആവണ്ടേ. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കളറൊക്കെ കണ്ടില്ലേ, ബ്രൗൺ കളറായിട്ടാണ്. നമുക്കൊന്ന് പാത്രത്തോട്ട് മാറ്റാം.
ബാലൻസ് ചിക്കനും കൂടി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓഹോ, ബ്രൗൺ കളറായിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതുകൊണ്ടേ എണ്ണയൊന്നും ആളങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എങ്ങനെ എണ്ണ ഒഴിച്ച് ഏതാണ്ട് ഏകദേശം എണ്ണ തന്നെ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫ്രൈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. പിന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ടുണ്ട്. സോസ്, ഇതാണ് ചൈനീസ് സോസ് കേട്ടോ. അവരുടെ സ്പെഷ്യൽ ഒരു സോസാണ്. ഇനി ഇതുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചൈനീസ് സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇത് നല്ല രീതിയിൽ കുറുകി വരണം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ചോളപ്പൊടിയും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഇത്തിരി കട്ടി ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചിക്കനെ പതുക്കെ അങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ചിക്കൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. സോസിലൊക്കെ കിടന്ന് മൂപ്പർ അങ്ങോട്ട് കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് മൂപ്പരൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. ഓക്കെ, ഫൈനൽ ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് കപ്പലണ്ടി നമ്മൾ പൊടിച്ചിട്ടുണ്ട്. അതതിന് മേലെ കൂടെ ഇടാം കേട്ടോ. അപ്പൊ നമ്മുടെ പാണ്ട എക്സ്പ്രസ് ഓറഞ്ച് ചിക്കൻ ഷോർട്ടാക്കി പറയാട്ടോ. വലുതായിട്ട് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ തെറ്റണു. അപ്പൊ ഞങ്ങൾ വളരെ പണിപ്പെട്ടിട്ട് സാധനം കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ. കാരണം വെച്ചാൽ 2 മണിക്ക് തുടങ്ങിയതാ. തെറ്റി ഈ സമയത്ത്, കാരണം ആ പേരും അതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഒരുപാട് തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അച്ഛാ, തേനൊക്കെ ഒഴിച്ച കാരണം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് ഐറ്റം കുക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വെറൈറ്റി എന്തായാലും ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ.
ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതുവരെ കഴിച്ചിട്ടില്ല. ആ തേനും നമ്മളാ പഞ്ചസാര പാവിലാണല്ലോ ഈ ചിക്കൻ ഇട്ട് ഇളക്കിയിരിക്കണേ. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ്, ഓറഞ്ച് ജ്യൂസ് അടിച്ചതിന്റെ ഒരു ടേസ്റ്റ്, എല്ലാം കൂടി ഒരു മിക്സ്ഡ് ടൈപ്പ് സാധനമാണ് വരുന്നത്. കാരണം നമ്മുടെ ഫുഡ് അല്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൈനീസില്, അതേ ചൈനക്കാരെ എങ്ങനെയാണോ ഈ ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ അതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സ്ട്രാസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ഒന്നും കുറച്ചിട്ടില്ല കേട്ടോ. കാരണം അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിങ്ങനെ ചെയ്ത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ അച്ഛനൊക്കെ ചൈനീസ് ഒക്കെ കഴിക്കാറുണ്ടോ? ആദ്യമായിട്ട്. എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ ആയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമായ. നല്ല മധുരം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലേ? തേന്റെ മധുരമുണ്ട്, നല്ല അടിപൊളി. കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഞാൻ ഇതുവരെ കഴിച്ചില്ല. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ, അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മസ്റ്റ് ആയിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വരാം. അതുവരെ ബൈ.